പ്രൈസ് ലോർഡ്. യേശുക്രിസ്തു നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞായറാഴ്ച രാവിലെ 5 മണിയായപ്പോഴേക്കും മത്തായിച്ചാൻ ഉറക്കമെണീറ്റു. മറിയാമ്മ ചേട്ടത്തെയും ഉണർത്തി. ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയുമായി മറിയാമ്മ ചേട്ടത്തെ പ്രാർത്ഥനാ മുറിയിലെത്തി. പായിട്ട് ഉഷകാലമായി നാം എഴുന്നേൽക്ക എന്ന പാട്ടുപാടി പ്രാർത്ഥിച്ച് റൂം വിട്ടിറങ്ങി. തകൃതിയായി മറിയാമ്മ ചേട്ടത്തി അടുക്കള ജോലികൾ ചെയ്തു. സമയം 9:30. രാവിലത്തെ പത്രവായനയും പ്രസംഗ വിഷയവും തയ്യാറാക്കി മത്തായിച്ചൻ അലക്കി തേച്ച് ഷർട്ടും മുണ്ടും ധരിച്ച് ഷേവ് ചെയ്ത് കുളിച്ച് പെട്ടെന്ന് സഭാ ഹാളിലേക്ക് മത്തായിച്ചൻ പുറപ്പെട്ടു. പിറകെ മറിയാമ്മ ചേട്ടത്തി 10 മണിക്ക് സഭായോഗം തുടങ്ങും. 10:30 ആയപ്പോഴേക്കും മത്തായിച്ചൻ സഭാ ഹാളിലെത്തി. പുറകിലത്തെ തന്റെ സ്ഥിരം ചെയറിൽ ഇരുന്നു. അപ്പോഴേക്കും പ്രാർത്ഥനയും ഒരു പാട്ടും കഴിഞ്ഞു. രണ്ടാമത്തെ പാട്ട് തുടങ്ങി. പതിവ് പോലെ പാസ്റ്റർ മൈക്കിൽ കൂടി 2 പേർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം പാസ്റ്റർ 36 സങ്കീർത്തനം വായിച്ചു പ്രാർത്ഥിച്ചു. എല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു. പാസ്റ്റർ സങ്കീർത്തനത്തിൽ നിന്ന് പ്രസംഗിച്ചു തുടങ്ങിയപ്പോഴേക്കും പലരും ഗാഠനിദ്രയിലേക്ക് വീണു. സാക്ഷ്യത്തിന് സമയം കൊടുത്തപ്പോൾ പതിവായി സാക്ഷ്യം പറയാനുള്ളവർ തങ്ങളുടെ സാക്ഷ്യങ്ങൾ പ്രസ്താവിച്ചു. മത്തായിച്ചൻ ജീവിത വിശുദ്ധിയെപ്പറ്റി പ്രബോധിപ്പിച്ചു. പാസ്റ്ററിന്റെ പ്രസംഗത്തിന്റെ സമയം ആയപ്പോഴേക്കും മത്തായിച്ചൻ പെട്ടെന്ന് തന്റെ ചിന്തയിലേക്ക് വഴുതി വീണു. തന്റെ കുടുംബത്തിന്റെ സ്ഥിതിഗതികളെ പറ്റി താൻ ചിന്തിക്കാൻ തുടങ്ങി. പാവം പിടിച്ച തന്റെ കുടുംബത്തിന്റെ സ്ഥിതി ദൈവം മാറ്റി. തന്റെ ഉള്ള സാഹചര്യത്തിൽ മക്കളെ പഠിപ്പിച്ചു. തന്റെ മൂത്ത മോൻ ബേബി മോൻ ദുബായിലേക്ക്, ഉദ്ദേശം ജോലി. ഇളയ മോൻ ന്യൂയോർക്കിലേക്ക്, ഉദ്ദേശം സുവിശേഷ വേല. കാലത്തിന്റെ രഥചക്രങ്ങൾ കളകള ശബ്ദത്തോടെ മുമ്പോട്ട് ഉരുണ്ടു. സർവശക്തൻ ആ കുടുംബത്തിന് സകലവും നൽകി. കുടിൽ മാറി കൊട്ടാരം വെളിപ്പെട്ടു. കീറിപ്പറഞ്ഞ തഴപ്പായുടെ സ്ഥലത്ത് കിടന്നാൽ താഴ്ന്ന ഡള്ളപ്പ് മെത്ത കരസ്ഥമാക്കി. കോലുകുത്തിയ മറപ്പുര മാറ്റി ബാത്റൂം എന്ന ഇംഗ്ലീഷ്കാരൻ കരസ്ഥമാക്കി. പൈപ്പും ചീറ്റുന്ന വെള്ളവും വെളിപ്പെട്ടപ്പോൾ പാളയും കയറും അപ്രതീക്ഷിതമായി. ചാണക ഗന്ധമുള്ള തറ മാറി മിനുമിനാന്ന് തിളങ്ങുന്ന മാർബിളായി. അങ്ങനെ വീട് ഡോറി വില്ലയായി. കപ്പയും മീനും തിന്ന നാള് മറന്നു. ബ്രെഡും ബട്ടറും വേണ്ടാതായി. വിദേശികളുടെ പാന്റും കോട്ടും ഒറ്റമുണ്ടിന്റെയും മുഴുക്കൈയും ഷർട്ടിന്റെയും അപ്രതീക്ഷിതമാക്കി. ഏന്തിയുള്ള നടത്തം മറന്നു. ഇനോവ എത്തി. കൂട്ടായ്മയ്ക്കുള്ള ഓട്ടം മാറി വെറും ഓട്ടമായി. പഴയ രോഗം ഇപ്പോൾ പുതിയ ഹാർട്ട് അറ്റാക്കായി. വസന്തകാലം പലതും വന്നുപോയി. ബേബിമോൻ ഇപ്പോൾ 26 വയസ്സായി. വിവാഹാലോചനകൾ പലതും വന്നു. ദുബായിൽ ജോലിക്കാരനായ മോന് 40 ലക്ഷം സ്ത്രീധനം കിട്ടണം എന്നുള്ള ചിന്തയാണ് മത്തായിച്ചനെ അലട്ടുന്ന പ്രശ്നം. അത്രയും കിട്ടിയാൽ പെണ്ണ് ഡോക്ടർ അല്ലെങ്കിൽ പിന്നെ എന്താണ് പ്രയോജനം? തന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ നോക്കിയ മാത്തുക്കുട്ടിക്ക് ബേബിമോൻ അനുയോജ്യമായ പെണ്ണിനെ കിട്ടാൻ നന്നേ പണിപ്പെട്ടു. മത്തായിച്ചൻ ചിന്തയിലേക്ക് ആഴ്ന്നു വീണപ്പോൾ അപ്പോഴാണ് പാസ്റ്റർ മൈക്കിൽ കൂടി പറയുന്നത്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, വിശുദ്ധ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. നീ ചോദിച്ചതെല്ലാം ദൈവം നിനക്ക് നൽകിയില്ലേ? ഇനിയെങ്കിലും ദൈവത്തിന് ഇഷ്ടപ്രകാരം നിനക്ക് ജീവിച്ചൂടെ? ദൈവത്തിനായി നീ ജീവിച്ചൂടെ? അതിനായി നല്ല പ്രതിഫലത്തിനായിട്ട് നമ്മുടെ ജീവിത വിശുദ്ധിയും പ്രവൃത്തിയും ദൈവവചന പ്രകാരം ക്രമീകരിക്കാം. പണ്ടത്തെ പോരായ്മകളെ മാറ്റി ജീവിത വിശുദ്ധിക്കായി ഒരുങ്ങാം, മറ്റുള്ളവരെ ഒരുക്കാം.